എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ പത്രം നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം കലങ്ങിയെ സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഒരു വാർത്ത കണ്ടു. അത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. മന്ത്രി പൂരം കലക്കിയതിനെ പറ്റി അറിയിക്കാൻ വിളിച്ചപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ADGP അജിത് കുമാർ ഫോൺ എടുത്തില്ല എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ADGPയുടെ അതിൻ്റെ വിശദീകരണം ഇന്നാണ് ശരിക്കും പുറത്ത് വന്നത്. അത് കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അതിശയം എനിക്ക് തോന്നിയത്. പൂരം നടക്കുമ്പോൾ പൂരത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള തൃശ്ശൂർകാരനായ മന്ത്രി K. രാജൻ വിളിച്ചപ്പോൾ ADGP ഉറങ്ങിപ്പോയെന്നാണ് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരം അലങ്കോലമായ ദിവസം രാത്രി 12-ന് ശേഷം ഉറങ്ങിപ്പോയെന്നും മന്ത്രി K. രാജൻ വിളിച്ചതായി അറിഞ്ഞില്ലെന്നും ADGP MR അജിത് കുമാർ വിശദീകരണം നൽകി. പൂരം അലങ്കോലപ്പെട്ടപ്പോൾ അജിത് കുമാറിനെ താൻ പലതവണ ഫോണിൽ വിളിച്ചിട്ടും ലഭിച്ചില്ലെന്ന മന്ത്രിയുടെ ആരോപണത്തിനുള്ള വിശദീകരണം എന്ന നിലയിലാണ് ഇക്കാര്യം അദ്ദേഹം DGP S. ദർവേഷ് സാഹിബിനെ അറിയിച്ചത്. ഉറക്കമുണർന്നപ്പോഴാണ് അദ്ദേഹം പൂരം കലങ്ങിയ കാര്യം അറിയുന്നത്. പൂരം കലങ്ങിയിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പല സ്ഥലത്തും വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, പൂരം കലങ്ങിയോ, പൂരം കലങ്ങുന്ന ഇങ്ങനെയാണോ, ഇങ്ങനെയൊന്നും കലങ്ങിയാൽ പോരാ, പൂരം കലങ്ങിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ആണയിട്ട് പറഞ്ഞത്. പക്ഷേ അതൊന്നുമില്ല, നമ്മുടെ ഇതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രി ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGPയെ രാത്രി വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണക്കാരൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിപ്പോൾ സാധാരണക്കാരന് ക്രമസമാധാന പ്രശ്നമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായി ADGPയെ ഒന്നും നമുക്ക് വിളിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ADGPയെ വിളിച്ചാൽ കിട്ടത്തുമില്ലെന്ന് നമുക്കറിയാം. എന്നാലും ഈ ADGP ഒരു ഉദാഹരണമാണ്. ADGPയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ മന്ത്രി വിളിച്ചിട്ടൊരു ADGP എടുത്തില്ല, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി വിളിച്ചാൽ ഈ പോലീസ് സഹായം കിട്ടുമോ ഈ കാലത്ത്? എന്തിനാണ് പിന്നെ ഇവരെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നതെന്ന് നമുക്ക് സംശയം തോന്നത്തില്ലേ? അപ്പോൾ അത് ഉറങ്ങുന്ന ആളിനെ ഉണർത്താം, ഉറക്കം നടിക്കുന്ന ആളിനെ ഉണർത്താൻ പറ്റില്ല എന്ന ഒരു പഴമയുണ്ട്. അന്ന് പറഞ്ഞ കണക്കായിരിക്കും അവിടെ സംഭവിച്ചത്. അതായത് ഉറങ്ങാനായിട്ട് തന്നെ മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടിക്കാണും. ആഭ്യന്തര വകുപ്പ് പൊതുവെ ഇപ്പോൾ ഉറക്കമാണ്, ഒന്നില്ലേ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ളൊരവസ്ഥയിലാണ് ആഭ്യന്തര വകുപ്പ് നിൽക്കുന്നത്. നിരപരാധികളുടെ മെക്കിട്ട് കയറും. എന്നാൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഇത് കണക്ക് കാലിൻ്റെ ഇടയിൽ കയ്യും വെച്ച് അങ്ങ് ഉറങ്ങും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു കാർട്ടൂണാണ് നമ്മൾ ഇന്ന് വരയ്ക്കുന്നത്. BJPയെ സഹായിക്കാനായിട്ട് മനഃപൂർവ്വം ഉറങ്ങിയതാണെന്നൊക്കെ ആരോപണമുണ്ട്. പക്ഷേ BJPയുടെ സുരേഷ് ഗോപി അവിടുന്ന് ജയിച്ചത് ഈ പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല. അത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഇപ്പം തന്നെ കരുവന്നൂർ ബാങ്കിലെ കൊള്ളയുടെ യഥാർത്ഥ വിവരം നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് CPMൻ്റെ ഉയർന്ന നേതാക്കൾ MP അടക്കം പ്രതിയാണ് അതിനകത്ത്. ആ അവസ്ഥയിൽ ഒരുപാട് കോടിക്കണക്കിന് പാവപ്പെട്ടവരുടെ പൈസയും കൊണ്ട് മുങ്ങിയ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തൃശ്ശൂരുണ്ട്. അപ്പോൾ അതെല്ലാം കാരണങ്ങളാണ്. പക്ഷേ ഇത് തൃശ്ശൂർ പൂരമൊക്കെ ഒരു നിമിത്തമൊന്നും മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും കൊണ്ടല്ല BJP കാൻഡിഡേറ്റ് ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ ഇവർ പറയുന്നത് പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ്. അപ്പം കലക്കിയാലും കലക്കിയില്ലെങ്കിലും ഒരു സംസ്ഥാനത്തെ പോലീസിൻ്റെ അവസ്ഥ, പോലീസ് സേനയുടെ അവസ്ഥ, ആഭ്യന്തര വകുപ്പിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് അദ്ദേഹം ADGP തന്നെ പറഞ്ഞു ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോകുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കാർട്ടൂണാണ് വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്.
ഒരു പഴയ ഒരു കവിതയുണ്ട്, അതിനകത്തെ 2 വരികളാണിത്. എൻ കുഞ്ഞുറങ്ങിക്കൊൾ, എൻ കുഞ്ഞുറങ്ങിക്കൊൾ, എൻ കുഞ്ഞുറങ്ങിക്കൊൾ എൻ്റേതങ്കം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതാണ്, അച്ഛനുറങ്ങാത്ത വീട്. അപ്പോൾ ഈ താരാട്ട് പാടി നമ്മുടെ ആഭ്യന്തരൻ ADGP ഉറക്കുകയാണ്. ADGP തനിയെ ഉറങ്ങിപ്പോയതല്ല, ആഭ്യന്തരൻ പാട്ടുപാടി താരാട്ടുപാടി ഉറക്കിയതാണ്. അപ്പം അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ BJP സ്ഥാനാർത്ഥി. അത് കാർട്ടൂണെന്ന് ഇവിടെ പറയുന്നു. കാർട്ടൂൺ ഷിഹാക്കു.